നമ്മൾ വളഞ്ഞ വഴി പാലം എത്തി. ഇപ്പം വളഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതാ എന്തോ ഒരു പേര്. അവിടെ ക്യാമറ ഉണ്ടോ? ഓട്ടോയ്ക്കല്ലേ തേർഡ് ഗിയറാ ഇപ്പം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക ഇവിടെ. അതൊക്കെ പോണേ കേട്ടാ. മഴ ഷൂസൊക്കെ പോയാ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഇക്കാടെ വീടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് മാമാടെ വീടുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. എന്നെ ഇവിടെ ഇറക്കടാ. അല്ല അവിടെ വരെ സഹിക്കാൻ വയ്യ. അവൻ്റെ കഴിച്ചിട്ടൊക്കെയാ വന്നത്. എന്നിട്ട് ഞാൻ കഴിച്ചോന്ന് ഡയറ്റ് ആണെങ്കിലും ഞാൻ കഴിച്ചോന്ന് ചോദിച്ചോ. ഞാൻ കഴിച്ചോ ഇല്ലയോ ഒരു വാക്ക് ചോദിക്കാൻ. ഹോട്ടലിൽ ഇപ്പൊ ഇവിടെ പോട്ട് ചായ ബൂസ്റ്റ് വേണോ? ബൂസ്റ്റ് വേണോ? നല്ല അടിപൊളി മഴ. സാധനം കാണാൻ വയ്യ. ബൈക്കിൽ എങ്ങാനും വന്നായിരുന്നെങ്കിലോ സാധനം ഇത് എറണാകുളം എത്തത്തില്ല. നമ്മളിവിടെ എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വന്നു. പക്ഷെ ഈ മഴ സമയത്തെ കാണാമല്ലോ. എനിക്കൊന്നും കാണാൻ വേണ്ട. ഇവന് ഗിയർ മാറാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞാൽ കൊഴി. വണ്ടി സ്ലോ ആയി കഴിയുമ്പോൾ ഞാൻ നല്ല പിച്ച് വരും പറഞ്ഞേ. എൻ്റെ ആശാനും ശിഷ്യനുമാണ് കറക്റ്റ് ഗിയർ മാറും കേട്ടാ. ഇപ്പം എത്രയിട്ടേക്കുന്ന പറ, നോക്കാതെ പറ. കഴിക്കുവാ. അവൻ ചോദിക്കുന്ന ഈ ഗിയറൊക്കെ എന്തിനാന്ന്. ആവശ്യമില്ലാത്ത കാർ ഇറങ്ങിയായിരുന്നു. ഞാൻ ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ, ഗിയറിട്ട് ഓടിക്കുമ്പോ അത് സുഖം. പക്ഷെ ആ ഒരു സുഖം എറണാകുളത്ത് ചെല്ലുമ്പോ നന്നായിട്ട് ഫീൽ ചെയ്യും. എന്തോ ഇവിടെ ഇപ്പൊ കുളു മണാലി എത്തി. ഇപ്പൊ അസ്കര സ്ഫുടത വേണം. അസ്കര സ്ഫുടത കുളു മണാലി. ആ പിന്നെ കുളു മണാലി നല്ല മഴയുണ്ട്. സമയത്ത് എനിക്ക് വന്നില്ലേ വണ്ടി ഓടിക്കാരൻ. എനിക്ക് ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ മഴയത്ത് എങ്ങനെ അപ്പുറത്തിറങ്ങും. അതുകൊണ്ട് പിന്നെ എനിക്കാണ് കാലൊക്കെ കഴിക്കും. ബൈക്കാരൻ നിന്ന് ഫുള്ള് എന്നെ കൊണ്ട് ഓടിക്കണം. സാധാരണ എല്ലാ യാത്രയിലും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ തന്നെ ഓടിക്കണം. തമിഴ്നാട് എല്ലായിടവും ഞാൻ ഓടിക്കണം. ഇതിപ്പോ നിനക്ക് ഞാൻ തന്നിരിക്കുകയാണ്. സമയം എത്ര ആയിടും? സമയം 2 വെള്ളം. ഓട്ടോ ചേട്ടാ പതുക്കെ വരും. കുറച്ച് മഴ. ഇപ്പം 9:28 മതി. പേട കമ്പനിയാണ് മിൽമ. പണ്ട് ഇത് ഇവിടുന്നാണ് മേടിക്കുന്നത്. തുറന്നിട്ടുണ്ടോ? തിരിച്ചുവരുമ്പോ മേടിക്കാം. പണ്ട് വാപ്പിയാട്ട് വണ്ടി പോകുമ്പോഴേ, കൊച്ചിയിലെ വാപ്പിയാട്ട് പോകുമ്പോഴേ, വാപ്പി ഓടിക്കുമ്പോൾ ഞാൻ ടാങ്കിന്റെ പുറത്തിരുന്നു. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് വാപ്പി എന്നും ഇത് മേടിച്ചു തരാം. ഇപ്പം ഞാൻ എറണാകുളത്ത് പോകുമ്പോഴും മേടിക്കും. പക്ഷെ ഇപ്പം എറണാകുളത്ത് വന്നിട്ട് കുറച്ചായി കേട്ടോ. എനിക്ക് തോന്നുന്നു 1.5 മാസത്തിന് മേളിലായി എറണാകുളം വന്നിട്ട്. ഞാൻ വർഷങ്ങളായി, 18 വർഷമായി കണ്ടിട്ട് എറണാകുളം. മോൻ എത്ര വയസ്സുണ്ട്? 18 വയസ്സ്. അല്ലല്ല, ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. എത്ര വയസ്സില്ല? 17-ാം വയസ്സിൽ പോയിട്ടുണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 19 കഴിഞ്ഞു. 19 കഴിഞ്ഞു. 19 ആയതേ അല്ല. എന്നെ ഇക്കാക്കാന്ന് വിളിക്കണം കേട്ടോ. എനിക്ക് 21 കേട്ടാ. പറ്റത്തില്ല. ഇക്കാക്കാന്ന് വിളിക്കണം. പറ്റുവാണെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാൻ പറ്റും. ഇല്ല, പറ്റത്തില്ല. അങ്ങനെയാണ് നിന്നെ ഞാനും വിളിക്കുന്നത്. അത് പറഞ്ഞാൽ പറ്റത്തില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ കയറാനും ഒരു സ്റ്റാർ പറഞ്ഞാലും കുഴപ്പമില്ല. 5 സ്റ്റാർ ഹോട്ടലൊന്നും വേണ്ട. ഞാനൊരു സെലിബ്രിറ്റി ആണെങ്കിലും നമ്മള് 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഇപ്പൊ കയറണ്ട. ഞാൻ സെലിബ്രിറ്റി. പക്ഷെ നിന്നെ എന്തോ പറയും. നീ ആരാന്ന് പറയും? ഞാൻ ഷാൻ. നീ സെലിബ്രിറ്റി അല്ലല്ലോ. ഞാൻ ഷാൻ. നമ്മൾ ആലപ്പുഴ ബൈപ്പാസിന് കയറാൻ പോയപ്പോ അത് സിഗ്നലിൽ കിടക്കുക. നേരെ വീണടാ, സിഗ്നൽ വീണു കേട്ടോ. ഫസ്റ്റ് ചെറുക്കന് നല്ല അടികൊള്ളും കേട്ടാ. നിനക്ക് എന്തോ അവസ്ഥ. നിനക്ക് ഒരവസ്ഥയില്ല. പെട്ടെന്ന് കിട്ടോ സിഗ്നൽ. ഇപ്പൊ വീണാ പിന്നെ നീ നമ്മളിപ്പം ബൈപ്പാസ് അല്ലല്ല ബൈപ്പാസ് കയറാൻ പോവാ. ഇത് റോഡ് പണിയുവാടാ ഇവിടെ. ഇതുവഴി ഓട്ടോ പോകുന്ന പോലെ പോകും.
എങ്ങോട്ടാ പോകുന്നത്? റൈറ്റ് ടേൺ പ്രൊഹിബിറ്റഡ്. നേരെ പോട്ടെ. വേണ്ട നമ്മള് തൃശ്ശൂര് മാണ്ടേ മക്കാറാക്കല്ലേ. നമ്മളിത് തൃശ്ശൂര്, എറണാകുളം, ആലപ്പുഴ ബൈപ്പാസ്. നമ്മളിപ്പോ ഫസ്റ്റ് ആലപ്പുഴ ബൈപ്പാസ്. പക്ഷെ അവര് തല തിരിച്ചു കൊടുത്തേ മണ്ടന്മാർ. ആദ്യം ആലപ്പുഴ ബൈപ്പാസ്, പിന്നെ എറണാകുളം. അപ്പൊ അങ്ങനെയൊക്കെ എടുത്തോളൂ. അപ്പൊ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഇതുവഴി പോകുമ്പോഴേ ചേർത്തലയാണ്. നമ്മള് ചേർത്തല എത്തിയില്ല. പിന്നെ നമ്മള് ചേർത്തല എത്തുമ്പോഴേ ഒരു ഹോട്ടലുണ്ടടാ, ഇത് നല്ല ചോറാ അവിടുന്ന്. പൊറോട്ട മേടിച്ചോണ്ട് വന്നിട്ട് പോലും ഞാൻ കഴിച്ചില്ല കേട്ടോ. എന്താ ഡയറ്റ് ആയതുകൊണ്ട് നീ എന്നെ കൊണ്ട് കഴിപ്പിക്കരുത്. ചോറ് കഴിക്കത്തില്ല? ചോറ് കഴിക്കാൻ പറ്റത്തില്ല. എന്താ ഡയറ്റാണ്? ഉച്ചയ്ക്ക് 3 ചപ്പാത്തി. എന്തിനാ മോനെ ഡയറ്റൊക്കെ? പറ്റുമ്പോ എല്ലാം കഴിക്കണം. അങ്ങനല്ലേ പറയണ? വാ തുറന്നല്ല കഴിക്കണം. പക്ഷേ വയറ് കുറയ്ക്കാൻ ഡയറ്റ് ചെയ്താലേ വയറ് കുറയില്ല. എടാ നമ്മളിത് ബൈപ്പാസിലോട്ട് കേറുക. ഇത് ബൈപ്പാസ് ആണ്. നമ്മള് ക്യാമറ ഓൺ ആക്കുമ്പോ കറക്റ്റ് പറയും. അതിന് മുന്നേ തെറ്റുമ്പോ വാ തുറന്ന പൊട്ടത്തിന് വരുത്തുള്ളൂ അല്ലേ? ഷാൻ ബൈപ്പാസിലൂടെ ആദ്യമായിട്ടാണ്. ഇതുവരെ പോയിട്ടില്ലേ? വേറൊരു വിഷയം എന്തോന്നറിയോ? ഇങ്ങനെ പൊക്കോ സൂക്ഷിച്ച എന്തോ വേറെ ഇതെന്താ അറിയോ, ഈ ബൈപ്പാസും പിന്നെ ഇപ്പൊ ഈ ഹൈവേ ഒക്കെ വരുന്നില്ലേ, ഹൈവേ വരുമ്പോഴത്തേക്കുള്ളൊരു വിഷയം. ഞാൻ അന്ന് തമിഴ്നാട് പോയിട്ട് തിരിച്ചു വന്നപ്പം എവിടാ നമ്മള് ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലോട്ട് കയറി അങ്ങ് വരെ ഇതേപോലെ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര മഴ നനഞ്ഞ് പരുവായി. എടാ എന്ത് കോട്ട് എടുത്താലും പെട്ടെന്ന് മഴ. എവിടെ ദുബായ് കപ്പൽ അടിഞ്ഞത്. ദുബായ് കപ്പൽ ഞങ്ങളെല്ലാരും കൂടെ വന്നു, മാമാരും ഉമ്മയും 2 കാറിലായിട്ടാ വന്നത്. ഇതിനകത്ത് എന്തുവാ എനിക്ക് എന്താ തൊണ്ടോ ഇല്ല, ഞാൻ വലിച്ചു കയറി ഉപ്പിലിട്ടേനെ. ഞങ്ങളങ്ങനെ അതേ ബൈപ്പാസിലൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക അല്ലേ ഷാന്? അതെ അതെ അതെ. ഇത് ഇപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുവാടാ റോഡിന്റെ. അല്ല, ഇനി പുതിയ റോഡ് പണി വരുമല്ലേ, റോഡൊക്കെ വരുമല്ലേ, അതിൻ്റെതായിട്ടുള്ള ഇതിന്റെ വർക്ക് എടുത്തവർ എന്തായാലും കടലൊക്കെ നമ്മുടെ പിള്ളേർ കണ്ടിട്ടുള്ളതാണ്. ഇത് കാണാൻ പറ്റുന്നത് വൈപ്പർ ഇപ്പോഴും കിടക്കുന്നു. വൈപ്പർ നോക്കി ടാറ്റാ. സോറി, എത്ര 6 വരാ. എക്സ്ട്രാ ഗിയർ എടുക്കുമോ നീ? എക്സ്ട്രാ ഇങ്ങോട്ട് നീക്കി വെച്ചാ ഇപ്പൊ ഞാൻ വാപ്പയെ വിളിക്കും. ബൈപ്പാസ് അല്ലേടാ, സുഖമായിട്ടങ്ങ് പോവാ. ഹലോ ഗോയ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാട്ടിട്ടുണ്ടാണോ? ഞാൻ ഇത്ര നേരം ഇവിടെ പാട്ടിട്ടിരിക്കുവായിരുന്നു. ഇതെങ്ങനെയാണ് സ്പീഡായിക്കേ? അതെയോ? നമ്മളിപ്പോ ചേർത്തലയിലേ ഞാൻ പോകുമ്പോഴത്തേക്ക് ചായ കുടിക്കുന്ന ഒരു കടയുണ്ടോ, അവിടെ നിർത്തിയേ വടയോ കട്ട്ലൈറ്റോ എന്തായാലും കഴിക്കാം. നമ്മളിതേ അങ്ങനെ പോകുന്ന ചേർത്തലയിൽ നിർത്തുന്നൊരു കടയോടാ, വടയും ചായയൊക്കെ ഉണ്ട്. എനിക്ക് ചായ വേണ്ട, അവൻ ബൂസ്റ്റ് ഇല്ല, അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തത് അവനിവിടെ പറഞ്ഞിട്ട് വന്നത് കച്ചട. എങ്ങനെയുണ്ട് ഷാനെ? നമ്മളത് റോഡ് പണി നടക്കുന്നതിൻ്റെ പാലത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഷാന ഓടിക്കുന്നത്. ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കുക. ഷാന എൻ്റെ ഡ്രൈവറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത്. അല്ലേ ഷാനെ? അതെ ബ്രോ, ഡ്രൈവറായിട്ട് പുതിയ ഡ്രൈവർ കയറി. ഇനി സഫാൻ ബ്രോയ്ക്ക് വിശ്രമമാണ്, ഫുൾ ടൈം വിശ്രമം. നിങ്ങൾ ആരെങ്കിലും തിരക്കിയോ? ചെറുക്കന് പനിയായിരുന്നു. ആരെങ്കിലും തിരക്കിയോ ഗൈസ്? ഇതൊക്കെ തിരക്കണ്ടേ അമ്പാന്? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനല്ലേ?